കന്യതൻ വല്ലഭൻ നീ, സർവേശസൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്നിതാദാ, പാരിതിൻ നാഥനാഹാരമേകി. നിത്യയാം കന്യതൻ വല്ലഭൻ നീ, സർവേശസൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്നിതാദാ, പാരിതിൻ നാഥനാഹാരമേകി. ആകുല ചിന്തയാൽ നീ വലഞ്ഞു, പാർപ്പിടമില്ലാതെ നീ അലഞ്ഞു, പരദേശവാസം കൈവരിച്ചു, ദൈവിക ചിത്തം നിർവഹിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധിപനായി നിയോഗിച്ചു, തന്റെ സകല സമ്പത്തിലൂടെയും സംരക്ഷകനുമാക്കി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ വളർത്ത പിതാവ്, ദൈവജനനിയുടെ വിരക്ത ഭർത്താവുമായ യോസേപ്പിതാവിനെ കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മയുടെ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധൻ്റെ യോഗ്യത വഴി ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ദിനം വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രത്യേകം നമ്മൾ ഓർക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. ഔസേപ്പിതാവിൻ്റെ പക്കലേക്ക് നമ്മുടെ അപേക്ഷകളെല്ലാം സമർപ്പിക്കാം. ഔസേപ്പിതാവ് വഴി, പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നമ്മുടെ എല്ലാ നിയോഗങ്ങളും അപേക്ഷകളും എല്ലാ രോഗശാന്തിയും എല്ലാ കാര്യങ്ങളും ഔസേപ്പിതാവിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് നവനാൾ പ്രാർത്ഥന എല്ലാവരും ഒച്ചത്തിലേറ്റുമെല്ലാം. ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവേ, അങ്ങിൽ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണം. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മകൾ കാര്യങ്ങൾ കോപ്പി നമ്മുടെ നിയോഗങ്ങളൊക്കെ അപേക്ഷകളൊക്കെ സമർപ്പിച്ച് ഔസേപ്പിതാവ് വഴി പരിശുദ്ധമ്മ വഴി ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങൾ സഫലമാക്കി തരണമേ എന്ന് കണ്ണുനീരോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഔസേപ്പിതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷ എഴുതിയിട്ട് ഔസേപ്പിതാവിൻ്റെ വക്കൽ കണ്ണുനീരോടെ ഓരോ കുടുംബാംഗങ്ങളും മക്കളും പ്രാർത്ഥിക്കുന്ന യാചനകൾ, വിദേശത്തും അന്യനാടുകളിലും പ്രിയപ്പെട്ടവർ രോഗസൗഖ്യത്തെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജോലി മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും പരീക്ഷാ മേഖലകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിപൂർണമായി ഔസേപ്പിതാവിന് സമർപ്പിച്ച് ഒരുമിച്ച് ഏറ്റുമെല്ലാം. ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് അങ്ങേ വല്ലഭമായ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യ അവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിനുമുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ ഔസേപ്പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ പാലകനായ ഔസേപ്പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. ഗോത്രപിതാവായ ഔസേപ്പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി, എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ, എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് രാജ്യം വരണമേ.
അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ദൈവത്തിൻ തിരുസുതനേ, പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങളാം ഞങ്ങളനാഥര കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ ദൈവത്തിൻ തിരുസുതനേ, പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങളാം ഞങ്ങളനാഥര കേഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. നെറ്റി വിയർത്തും ആഹാരം നേടിയ കൊച്ചു കുടുംബത്തെ പോറ്റിയോനെ, അധ്വാനിക്കുന്നോരി ഞങ്ങൾക്കു മാധവ്യ മാതൃക പോകാം. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാവീദിന്റെ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകാമ്പയുടെ വിശ്വസ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവസ്തുതന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിശിഹായുടെ ജാഗ്രത സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുട തലവനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും നീതിമാനായ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും വിവേക ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും ധീരനായ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും കീഴ്വഴക്കുള്ള ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എത്രയും വിശ്വസ്തനായ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്ഷമയുടെ പര്യായമായ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാരിദ്ര്യ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തൊഴിലാളികളെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബജീവന അഭിമാനമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കന്യകളെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മനാസന മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദുഷ്ടാരിയുടെ പരിഭവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഭർത്താവായി ഔസേപ്പ് പിതാവിനെ തിരഞ്ഞെടുക്കാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയെ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥായിരിക്കാൻ കൃപയുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. നമ്മുടെ സഹായ കർത്താവ് നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങ് പകരുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശരെയും ദുഃഖിതരെയും ആശ്വാസമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്ത പിതാവായ ഔസേപ്പ് പിതാവിനെ മാധ്യസ്ഥായിരിക്കുന്ന
ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഹൃദയ സമാധാനവും സ്വർഗീയ അനുഗ്രഹങ്ങളും ശാരീരിക ആരോഗ്യം പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയാൻ ഇടയാക്കണമേ. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കൃഷിയിടങ്ങളിലേക്ക് പോവുകയും അബ്രഹാം അവിടെയെല്ലാം കൃഷിയിടങ്ങൾ ഭംഗിയായി കിളച്ച് അവിടെയെല്ലാം വിത്തുകൾ വിതച്ച് അവിടെയെല്ലാം അനുഗ്രഹമാക്കി മനോഹരമാക്കി മാറ്റിയിരിക്കും കൃഷിപ്പാടങ്ങൾ. അതിനുശേഷം ഉച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു ഓക്ക് മരത്ത് താഴെ വിശ്രമിക്കുമ്പോൾ 3 ദൈവദൂതന്മാർ കടന്നു വരികയാണ്. അബ്രഹാം അവരെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുകയാണ്. അബ്രഹാം അവരോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക. അബ്രഹാത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ദൈവദൂതന്മാർ അബ്രഹാത്തോട് സാറയോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിച്ച് അവർ യാത്ര തിരിക്കുന്ന മുമ്പായി അബ്രഹാത്തെ സാറെ അനുഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം ഞങ്ങൾ ഈ വഴി വരുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അടുത്ത വർഷം അവർക്ക് ഇസ്ഹാക്കിന്റെ കുഞ്ഞിനെ ദൈവമായ കർത്താവ് അബ്രഹാത്തെ സാറായിക്ക് നൽകി. നമ്മുടെ മധ്യ എഴുന്നള്ളിക്കുന്ന സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം ആശ്വാസമാക്കി വരുന്ന കർത്താവ് ഈശോയാണ് ദിവ്യകാലത്തിൽ എഴുന്നള്ളിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ രക്ഷക, എൻ്റെ നല്ലിടയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കോരുന്ന താഴ്വരയിലൂടെ നടന്നു പോയാലും അങ്ങ് കൂടെയുള്ളതിനാൽ ഞങ്ങളൊരു അനർത്ഥവും ഒരു അപകടവും സംഭവിക്കില്ല. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. കർത്താവെ, ഞങ്ങൾ രക്ഷിക്കാൻ വേണമേ. നമുക്ക് ഒരുമിച്ച് ആലപിച്ച് ആരാധിക്കാം. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. കരങ്ങളെ വീശി ആരാധന, 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 ആരാധന. കരങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവേ, എൻ്റെ
എൻ്റെ ദൈവമേ. തോമസ് ശ്ലീഹ കർത്താവിനെ ഇപ്രകാരം വിളിക്കുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമുക്ക് ദൈവത്തെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം. നീ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടി കർത്താവിനെ ആരാധിക്കാം. നിന്റെ കാര്യങ്ങളിൽ നിന്നേക്കാൾ ശ്രദ്ധാലുവായ ദൈവമാണ് ഈ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യ എഴുന്നള്ളിക്കാം. എൻ്റെ കർത്താവേ, എന്നെ നല്ലിടയാ, ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു. കർത്താവേ, അബ്രഹാത്തോട് ചേർന്ന് ദാനിയേലിനോട് ചേർന്ന് സിംഹക്കുഴി കിടക്കുമ്പോഴും ദാനിയേല് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് പുകഴ്ത്തുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും മധ്യേ ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന്, മക്കളോട് ചേർന്ന്, ജീവിത പങ്കാളിയോട് ചേർന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ നല്ലിടയാ. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. ആരാധന, 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 ആരാധന. സ്നേഹം നിറഞ്ഞവരെ, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രാന്ത്യം സ്പർശിച്ചപ്പോൾ സൗഖ്യം ലഭിച്ചു. കർത്താവേ, അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ ഞാൻ സുഖമുള്ളവനായി തീരുമെന്ന് കൃഷ്ണരോഗി പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, മനസ്സാകുന്നു, നിനക്ക് ശുദ്ധീകരണമാകട്ടെ. അവന് കൃഷ്ണരോഗം മാറുന്നു. കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്റെ മേൽ കനിയണമേ എന്ന് അന്ധനായ ബർത്തിമേയോസ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച ലഭിച്ചു. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, രോഗികളായിരിക്കാം, പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കാം, കടബാധികളവരായിരിക്കാം, കഷ്ടപ്പാടുള്ളവരായിരിക്കാം, എന്ത് ബുദ്ധിമുട്ടും ആയിക്കോട്ടെ, കുടുംബ പ്രശ്നങ്ങളാകാം, ഭർത്താവും ഭാര്യയും മക്കളും എല്ലാ സ്നേഹത്തിലെ സമാധാനം ജീവിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കുമ്പോൾ, ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഇന്ന് ആശുപത്രിയിലും ഇന്ന് രോഗികളായിട്ട് വീട്ടിലും ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും സൗഖ്യം നൽകണമേ. എല്ലാവർക്കും രോഗശാന്തി ലഭിക്കണമേ. ഓപ്പറേഷൻ വിധേയമാകുന്നവരെ കർത്താവേ, വിദേശത്തും അന്യനാടുകളെ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ എളിയ മക്കളായ ഞങ്ങളെ, ഞങ്ങളുടെ ജോലി മേഖലയെ, പഠന മേഖലയെ, പരീക്ഷാ മേഖലയെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ ബുദ്ധിമുട്ടുകളെയും, എല്ലാ തിന്മകളെയും, അശുദ്ധിയെയും എടുത്തു മാറ്റണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ ഇതാ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആലപിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എൻ്റെ കർത്താവേ, എൻ്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കോപി ഈശോയ്ക്കും പരസ്പരം പുഞ്ചിരിയുടെ സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.